മലപ്പുറം കാളികാവ് ചിങ്കക്കല്ല് കോളനിക്ക് സമീപം കുട്ടിയാനയുടെ ജഡം കണ്ടെത്തി. മാംസം കടിച്ചു പറിച്ച നിലയിലാണ് ജഡം കണ്ടെത്തിയത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സമീർ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇന്നലെ രാത്രിയിലാണ് കാളിക്കാവ് റേഞ്ചിന് സമീപം ചിങ്കക്കല്ല് കോളനിക്ക് സമീപം ഇത്തരത്തിൽ കാട്ടാനക്കുട്ടിയുടെ ഒരു ജഡം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സംഭവം. ഈ കാട്ടാനക്കുട്ടിയുടെ ജഡത്തിന് പിൻഭാഗത്തായി ഈ മാംസമൊക്കെ തന്നെ കടിച്ചു പറിച്ച നിലയിലാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്നലെ ഈ ആദിവാസി ആളുകൾ അല്ലെങ്കിൽ ഇവർ കാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ കാട്ടാനക്കുട്ടിയുടെ ജഡം ഇവർ കണ്ടുന്നത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയോടെ എത്തി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കടുവയോ പുലിയോ തുടങ്ങിയ മൃഗങ്ങൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഈ കാട്ടാനക്കുട്ടിയെ ആക്രമിച്ചതാകാം എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഒരു നിഗമനം. കാരണം ഈ എപ്പോഴും ഈ ജീവിയുടെ പിൻഭാഗത്തിലൂടെ ആക്രമിക്കുന്ന കടുവയോ അല്ലെങ്കിൽ പുലിയോ ആയിരിക്കും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് അത്തരമൊരു സാധ്യതയാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 2 ദിവസം മുന്നേ ഈ വനമേഖലയിൽ ഒരു കാട്ടാനക്കുട്ടി ഒറ്റയ്ക്ക് നടക്കുന്നതായിട്ടുള്ള ഒരു വിവരം വനംവകുപ്പിന് ലഭിച്ചിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 2 ദിവസമായി ഇത്തരത്തിൽ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ രാത്രിയിൽ ഇത്തരത്തിൽ ജഡം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിൽ തുടർന്നെങ്കിലും പിന്നീട് തിരിച്ചു പോരുകയായിരുന്നു. കാരണം കാട്ടാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗ ഒരു ഭീഷണി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെയോട് കൂടി തന്നെ കാട്ടിലേക്ക് പ്രവേശിക്കുകയും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതുമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കാളിക്കാവ് നിലമ്പൂർ മേഖല ഒരു വന്യജീവി ആക്രമണം ഒപ്പം തന്നെ വന്യജീവി സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വലിയ കാടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കാട്ടാനയും ഒപ്പം തന്നെ വന്യമൃഗങ്ങളും ഇവിടെ ഒരു സ്ഥിര സംഭവം കൂടിയാണ്. എസ്കേൻ. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം.